എന്തുണ്ടെങ്കിലും മുതലാളി നോക്കൂ. അതായത് ഞാനങ്ങ് ക്ഷീണിച്ചു പോയല്ലോ, എനിക്ക് എന്തെങ്കിലും അസുഖമാണോ എന്നൊക്കെ ചോദിച്ച് ഇഷ്ടംപോലെ കമൻസ് വരാറുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ വെയിറ്റ് കുറച്ചതാണ്, ഒരു 15 കിലോയോളം കുറച്ചിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് നടക്കാൻ വരാറുണ്ട്. ഇത് ശാസ്താംകോട്ട കായലിൻ്റെ ആ ഒരു തീരഭാഗമൊക്കെ ആണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്പോട്ടാണ്. ഏകദേശം ഒരു 4 മുതൽ 5 കിലോമീറ്റർ വരെ ഈ ഒരു റൗണ്ട് അടിച്ച് നമുക്ക് നടക്കാനായിട്ട് പറ്റും. ഒരിക്കലും ബോറടിക്കത്തതുമില്ല. ഈ ശാസ്താംകോട്ട കായലെന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. ഇവിടെ നിന്നാണ് കൊല്ലം ജില്ലയിൽ മിക്കവാറും എല്ലാ ഭാഗത്തോട്ടും വെള്ളമൊക്കെ സപ്ലൈ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് കായലുണ്ട്, അതേപോലെ തന്നെ എൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് അമ്പലമാണുള്ളത്. അമ്പലത്തിലെ കുരങ്ങന്മാരും അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഇതിലെ കൂടെ നടക്കുമ്പോൾ ബോറടിക്കത്തില്ല. മിക്കവാറും ഞങ്ങളിങ്ങനെ ഫാമിലി ആയിട്ട് എല്ലാവരും, ഇപ്രാവശ്യം പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുമായിട്ട് നടക്കാനൊക്കെ വന്നതാണ്. ടെറിമാമനെയും കൂടെ കൊണ്ടുവന്നു എന്നുള്ളതേ ഉള്ളൂ. അവനും ഇതിലേക്കൂടെ നടക്കാൻ വന്നിട്ടുള്ളതാണ്, പക്ഷെ എല്ലാ ഭാഗത്തും പോയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രീറ്റ് ഡോഗ്സ്, ഒരു 10-100 സ്ട്രീറ്റ് ഡോഗ്സ് എങ്കിലും ഈ ഏരിയയിൽ കാണും. അപ്പോൾ ടെറി എന്ന് പറയുന്നത് നമുക്ക് വലിയതായിട്ട് റിയാക്ട് ചെയ്യാതെ നമ്മുടെ കൂടെ അങ്ങ് നടന്നോളൂ. അതുകൊണ്ടിട്ട് വലിയ ഇഷ്യൂ ഇല്ല. ടെസ്സയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൾ തിരിച്ച് കുരയ്ക്കുകയും കടിക്കാൻ പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചില സമയത്ത് ബുദ്ധിമുട്ടാവും. അപ്പം ഇവൻ ഈ വെള്ളത്തിൽ ഇറങ്ങാൻ നോക്കുന്നതെന്ന് പറയുന്നത്, നമ്മൾ ചോട്ടസ് വ്ലോഗിലൊക്കെ പോയപ്പോൾ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങി നീന്തിയൊക്കെ ചെയ്തില്ലായിരുന്നു. പക്ഷേ ഈ കായലിൽ ഡോഗ്സിനെയോ അതേപോലെ പശുവിനെ കുളിപ്പിക്കാനോ അങ്ങനെയുള്ള കാര്യത്തിനൊന്നും അനുവദിക്കത്തില്ല. കാരണം ഇത് കുടിവെള്ളമാണ്. ഈ കുടിവെള്ളമാണ് ഫിൽട്ടർ ഹൗസിലോട്ട് പോയിട്ട് അവിടെ നിന്ന് നേരെ സപ്ലൈ ചെയ്ത് എല്ലായിടത്തോട്ടും വിടുന്നതെന്ന് പറയുന്നത്. നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് 100% ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മനസ്സിലാകും. കാരണം ഒരു നമ്പർ 1 ടൂറിസ്റ്റ് സ്പോട്ട് ആകാൻ പറ്റിയ പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലമാണ്. ഇത് കായലിൻ്റെ തീരത്ത് നിന്ന് നമ്മൾ നടക്കുന്നതെന്ന് പറയുന്നത്, നമ്മൾ ഈ സൈഡിൽ കൂടെ മേപ്പോട്ട് കയറും. ഇതെന്ന് പറയുന്നത് നോർമലി ഒരു വാക്കിംഗ് വേ അല്ല, എന്നാലും ഒരു ട്രക്കിങ് പോലൊക്കെ നമുക്കൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് നല്ല രീതിയിൽ ബോറടിക്കാതെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നടന്ന് അവിടെ ഒരു വഴിയുമായിട്ടുണ്ട്. ഇവിടെ എന്ന് പറയുന്നത് കായലിൻ്റെ ആ തീരത്ത് നമ്മളിങ്ങനെ മേളിൽ കയറിയിട്ട് ഇവിടെ ചെന്നിട്ട് ഇതിലേക്ക് ഇറങ്ങി കോളേജ് ഗ്രൗണ്ട് ഉണ്ട്, ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൻ്റെ. ആ ഗ്രൗണ്ടിൽ കൂടെ ഇറങ്ങി പിന്നെ അവിടെ ചെറിയൊരു മുളയെല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന അടിപൊളി ഒരു സ്ഥലമുണ്ട്. അവിടെയും കറങ്ങി തിരിഞ്ഞ് വന്ന് നമ്മൾ കാറിട്ടേക്കുന്നിടത്ത് വരെ പോകും. അതാണ് നമ്മളുടെ ആ ഒരു സ്ഥിരം ആ ഒരു റൂട്ടെന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോ ഇവിടെ മൊത്തം മഞ്ഞ കളറിലെയും വയലറ്റ് കളറിലെയും ഓരോ സമയത്ത് വരുമ്പോഴേ എനിക്ക് കഴിഞ്ഞോട്ടം വന്നാൽ വെള്ളപ്പൂവായിരുന്നു. വയലറ്റ് പൂവ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഫുള്ള് വയലറ്റ് പൂവായിരുന്നു. നടന്നോ ഏത് സൗണ്ട് ഉണ്ടാക്കണ്ടേ? കുഞ്ഞിക്കുറുക്ക ചെറിയാശോനൊക്കെ ക്ഷീണിച്ച് നോക്ക്. കാലിന്റെ വ്യൂ ഒന്ന് കണ്ടോണം. എന്താ അടിപൊളിയായത് കേട്ടാ. ഇത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ട് ആകേണ്ട ഒരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോഴും ആളുണ്ട്, നിങ്ങൾ കണ്ടില്ലേ, അത്യാവശ്യം അവിടെ തിരക്കുണ്ട്. നമ്മൾ റൗണ്ട് അടിച്ച് നമ്മുടെ കാറിന്റെ അടുത്ത് എത്തുന്നതിന്റെ ഇടയ്ക്ക് കൃത്യം 5 കിലോമീറ്റർ അല്ലോടെ 5 കിലോമീറ്റർ ആണ്. ഞങ്ങൾ വാക്കിങ്ങിന് ഡയറ്റിങ്ങിന്റെ ടൈമിലൊക്കെ വന്നുകൊണ്ടിരുന്നത് ഈ റൂട്ടിലാണ്. അപ്പൊ കൃത്യമായിട്ട് ടൈമിംഗ് ഒന്നും ഇല്ലായിരുന്നു, എന്നാലും ഇതേപോലെ എല്ലാരും കൂടെ ഇറങ്ങും. ഏട്ടാ അവരുടെ അച്ഛനും അമ്മയൊക്കെ വരും, പിള്ളേരെ വഴി തെറ്റിച്ചു. ടെറിമാമൻ എന്തൊരു ഡീസന്റ് ആണെന്ന് നോക്കും. അവരെന്നെ പേടിപ്പിച്ചാലോ എന്ന് വിചാരിച്ച അവൻ ഒളിച്ചിരിക്കുകയാണ്. എങ്ങോട്ടെങ്കിലും ഒക്കെ പോടേ. നോക്കിയേ പല്ലൊക്കെ കൊണ്ടുകയറും ചെറുക്ക. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇത് നല്ല മഴയൊക്കെ വരുമ്പോ നല്ല രസമാട്ടോ. ഇതിലെ വെള്ളം ഒഴുകി പോവും. മുളങ്കാട്ടിലോട്ട് പോവാ. കുഴഞ്ഞോ? അവളെങ്ങനെ കുഴയുന്നു നിന്റെ? അവൻ ഓരോ സ്ഥലം എത്തുമ്പോഴും 2 തുള്ളി മൂത്രം അവിടെ പാസ് വഴി ഇട്ടതാ. നോക്കിക്കോണം, അവന് കൃത്യമായിട്ടുള്ള വഴി അറിയാം. കൊണ്ടുപോയിക്കോളും കേട്ടാ. ക്ഷീണിച്ചിപ്പോ 3 കിലോമീറ്റർ കഴിഞ്ഞ് കാണത്തില്ലേ അവിടെ? നമ്മള് ഓൾമോസ്റ്റ് മുകളിലെത്തി. ഇല്ല കാണുന്നതാണ് കോളേജ്. അതിന്റെ അടുത്ത് പോകും, നമ്മൾ അങ്ങോട്ട് പോവുക. അവിടെ കിടന്ന് ഓടല്ലോ. ഡാ വീട് മോനെ. രണ്ടുകൂടെ തന്നെ അടിച്ച് വീടായിരുന്നു. എന്തൊരു കല്ല അവിടെ. ഓ
ഈ ഒരു ചെടിയായിരുന്നു നേരത്തെ ഏട്ടൻ പറഞ്ഞ സ്ഥലം ഫുള്ള്. നല്ല രസം അത് രാവിലെ കാണാൻ. നടന്നു വന്ന വഴിയില്ലയോ, ആ വഴിയിലെല്ലാം ഈ കളറ് പൂവായിരുന്നു. രാവിലെ വരുന്ന സമയത്ത് ഇതെല്ലാം ഇങ്ങനെ പൂത്ത് നിൽക്കും. നല്ല രസമാണ് കാണാൻ. എപ്പോഴേലും കൂടെ കള്ള ഞാൻ കാര്യമില്ല. എന്താണ്ട് ഇവിടെ എല്ലാം ഉണ്ട്. അതെനിക്ക് തോന്നി അവിടെ നല്ല വെയിലായോണ്ട്. ആ വെയിലായോണ്ട് എല്ലാം കരിഞ്ഞ പോലെ. ഇതേപോലെ ദൂരെ നിന്ന് കാണുമ്പോ ഈ വ്യൂ ആയിരുന്നു. കുറച്ചുകൂടെ പൂക്കള് കാണും രാവിലെ വരുന്ന സമയത്ത്. ആണ്ടാ അയ്യോ ഏട്ടാ, അപ്പം വെയില് കാരണേ ഫുൾ അവിടെ വാടിപ്പോയതാ. തണലുള്ള സ്ഥലമാണ്. ആ ഇവിടെ കുറച്ചുകൂടെ ഒക്കെ പൂവുണ്ട്. നല്ല രസമായിരുന്നു ലാസ്റ്റ് ടൈം വന്നപ്പോ. ഏട്ടാ ലാസ്റ്റ് ടൈം നമ്മൾ ഇവിടെ വന്ന ഓർമ്മയുണ്ടോ? അയ്യോ എന്തുണ്ടെങ്കിലും മുതലാളി നോക്കൂ. അതായത് മറ്റേ ആള് ഭയങ്കരമാണല്ലോ. ഇത്തിരി ഉള്ളെങ്കിലും എന്താണ് ചെറിയ മൈൻഡ് പോലെ ചെയ്തില്ല. സത്യം രസ പ്രാവശ്യം കൊണ്ടുവന്ന് രസ ലീഷൊക്കെ വലിച്ചു പൊട്ടിച്ച് ഓടി. ഒന്നും പറയണ്ട. മുളങ്കാട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു സ്പൈക്കുള്ള കിളിയൊക്കെ ഉണ്ട് നോക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കുഴഞ്ഞു. ഇനി കൊന്ന ഒരടി കാനകത്തില്ല. വെള്ളം വെള്ളം തെറിക്കുന്നേ. അപ്പു അവിടുന്ന് മാറിയില്ലെങ്കിൽ ഇപ്പൊ വെള്ളം ചീറ്റും. ഇതാണ് നമ്മുടെ മുളങ്കാട്. മുട്ടിലും കാലയിലും എല്ലാം കിടപ്പുണ്ടെന്ന് കേട്ടോ. ഇന്ത്യ വേൾഡ് കപ്പിൽ തോറ്ററിഞ്ഞ ഈ വർഷം ജയിച്ച് ചെറുമാമനെ കുറിച്ച് 4 വാക്ക് പറയാൻ ക്ഷീണിച്ച്. ഭയങ്കര മടിയനാണ്. ചെറിയ 4 സ്റ്റെപ്പ് വെച്ച ഇതേപോലെ കിടക്കും. ഞാൻ പോവാന്ന് എന്റെ അടുത്ത് വേണമെങ്കിൽ. ഇവിടുന്ന് അവനൊരു വലി വലിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മള് കായലില്ല. സത്യം തെന്നു. അതും ഇതിന്റെ ക്ഷീണിച്ച് ഞാൻ കൊണ്ടുപോകാന. കുടിയടാ അറിയാ മതി നീ വേണോ? എന്തേ അറിയാ ഇറക്കി വെള്ളം കിട്ടി. പട്ടി വെയിറ്റ് ചെയ്യുന്നു ഇവനോട് റിവെഞ്ച് എടുക്കാൻ. ഒരാള് നോക്കിയിരിക്കുന്ന കേട്ടോ അറിയുന്നേ. ഇല്ല വിരട്ടിയാള് വീണ്ടും വന്നേക്കുന്നത് കേട്ടോ. ആ ലോറി ആരുടെയാ കിടക്കുന്ന? സ്ഫടികമാണെന്നൊന്നും പറഞ്ഞേക്കല്ലേ. അതല്ല ഗുണ്ടൂട്ട. അത് കൊച്ചി മഹാരാജാവിന്റെ.
പോരട്ടെ. ആ ഇവിടെ കൊണ്ടിട്ട ലോറിയാണ്. ഏട്ടനായിരുന്നോ അതോ രാജാവ് തന്നെ കൊണ്ടുവന്നിട്ടാ? കൊണ്ടുവിട്ട രാജാവിന്റെ കഥയല്ലായിരുന്നു കഴിഞ്ഞ വട്ടം. എടി എന്ത് കഥ എന്തായിരുന്നു? ഒരു ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്ക് മൊത്തം പറഞ്ഞു മാമൻ ഇതുമായിട്ട് ബേസ് ചെയ്ത്. ഏതാണ്ട് യുദ്ധമൊക്കെ ജയിച്ചു തരുന്നുണ്ട്. ഈ ലോറിയുണ്ട് കൊച്ചി രാജാവ്. വലിയ ഗുണ്ട് കൊണ്ടുവന്നിട്ട് എന്നിട്ട് ആ ഗുണ്ടെടുത്ത് മറ്റേ ലോറിയില്ല അപ്പുറത്ത് കിടക്കും അതിന്റെ തലവഴിയെ ഇട്ട് അതിനകത്തിരുന്ന രാജാവ് ലോറി ആ ടൈമിൽ വടിയായി. ഈ തള്ളുകഥ പറഞ്ഞ ഞാനല്ല. ഇനി അങ്ങനെ പറഞ്ഞു അടുത്ത ആള് വന്നിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തൂടെ കിടക്കാം. നമുക്ക് വണ്ടി ഏട്ടോ ചെറിയ ആയോണ്ട് ഒതുങ്ങി പോന്ന്. ടെസ്സായിരുന്നെങ്കിലോ